ഹായ്, നമുക്കിനി ആവിയിൽ വേവിക്കുന്ന ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് അവിലും 1 സ്പൂൺ കറുത്ത എള്ളും കൂടി നല്ലോണം ചൂടാക്കി എടുക്കാം. ഇത് ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. തേങ്ങയിലെ വെള്ളം ഒന്ന് വലിഞ്ഞു വരുമ്പോൾ അതിലോട്ട് നെയ്യിൽ വറുത്തെടുത്ത മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി 3 അച്ച് ശർക്കര 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഉരുക്കി പാനിയാക്കിയ ശർക്കര പാനി കൂടി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇനി ഇത് ചൂടാറുമ്പോൾ ചെറിയ ബോളുകളാക്കി മാറ്റി വയ്ക്കാം. ഇനി നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ചെടുത്തത് തോലെല്ലാം കളഞ്ഞ് ഉള്ളിലെ കറുത്ത നാര് മാറ്റിയതിന് ശേഷം കൈകൊണ്ട് നല്ലോണം ഉടച്ച് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ലോണം പഴുത്തത് തന്നെ നോക്കിയെടുക്കണം, എന്നാലേ നല്ല രീതിക്ക് ഉടഞ്ഞ് സ്മൂത്തായി കിട്ടുള്ളൂ. ഇനി പത്തിരിക്കെല്ലാം വാട്ടുന്നത് പോലെ 2 കപ്പ് അരിപ്പൊടി വാട്ടിയതിലോട്ട് ഉടച്ചു വെച്ച നേന്ത്രപ്പഴവും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലോണം കുഴച്ച് നല്ല സ്മൂത്ത് മാവാക്കി എടുക്കണം. ഇനി ഇതിൽ നിന്നും ഓരോ വലിയ ബോളുകളായി എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഉള്ളിൽ നേരത്തെ ഉരുട്ടി മാറ്റി വെച്ച ഫില്ലിങ് ഓരോന്നായി വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്തതിനു ശേഷം 2 കൈകൊണ്ടും ഒന്ന് ഉരുട്ടി സ്മൂത്താക്കി എടുക്കണം. ഇങ്ങനെ ഓരോ ബോളുകളും ആക്കി മാറ്റി വെച്ചതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊഴുക്കട്ട റെഡിയായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.